നാളെ നേരത്തെ വന്നില്ലെങ്കിൽ ഞാൻ ബസ് പിടിച്ച് പോകട്ടാ. നാളെ എന്തായാലും നേരത്തെ എത്തും. വന്നാ മതി. സാറാ എന്താടാ? എന്തിലാകണ്ട ഇന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല. പ്രഡിക്റ്റബിൾ. താങ്ക്സ്. നിങ്ങളൊരു 1.5 വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരല്ലേ, പിന്നെ എന്താണ് ഇത്ര ടെൻഷൻ? എടാ നാളെ ടെൻഷൻ. എനിക്ക് ഗേൾഫ്രണ്ടായിട്ട് അവള് മാത്രമേ ഉള്ളൂ. ഞാനിനിപ്പോൾ പോയി പ്രപ്പോസ് ചെയ്തിട്ട് അവളുടെ ഫ്രണ്ട്ഷിപ്പും കൂടി കളയണ്ടെന്ന് വെച്ചിട്ടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എന്നാ പറയണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവണത്? അപ്പൊ എന്റെ ഇഷ്ടം എനിക്ക് അവള് പറയണ്ടേ? ചേട്ടാ നാറ് നീയാണ് പറയണ്ട, ഞാനല്ല. അല്ലേ? ആ ശരിയാണ്. എടാ ഞാനൊരു സത്യം പറയട്ടെ. എന്താടാ? നീ ഇപ്പൊ വന്നൊരു പിത്തവായിക്കൊണ്ടിരിക്കണേന്ന്. നല്ലൊരു തന്ത വൈബുണ്ട് നിന്നെ കാണാൻ. ആ സത്യം അവള് മനസ്സിലാക്കണേന്ന് നീ അവളെ പോയി പ്രപ്പോസ് ചെയ്താ നിനക്ക് കൊള്ളാം. ആശ്വാസം. എടാ എന്നാ ഞാൻ നാളെ തന്നെ പ്രപ്പോസ് ചെയ്താലോ? നല്ലതാ, നാളെ തന്നെ പോക്കോ. പോകുമ്പോഴേ നല്ലൊരു എസ്തെറ്റിക് വൈബുള്ള ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ടുള്ള സ്ഥലത്ത് വേണം പോകാനായിട്ട്. എന്നാലേ സംഭവം വർക്കൗട്ട് ആവുള്ളൂ. റൊമാൻറ്റിക്കാ? ലൈക്ക് നിന്നെ കൊണ്ട് താജ്മഹലിലൊന്നും പോകാൻ പറ്റൂലല്ലോ. ഇല്ല അതില്ല. ആ എന്നാ പിന്നെ വല്ല പാർക്കിലോ ബീച്ചിലോ എല്ലാം പോടാ. എസ്തെറ്റിക് മസ്റ്റാണേ. ഓക്കെ, പാർക്ക് പിടിക്കാം. വാവക്ക് പാട്ട് പാടി കൊടുത്തിട്ട് വരാതെ പോട്ടെ. ഏത് പാട്ട് പാടുവോ എന്തോ. വാവേ വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ വന്നല്ലോ ഫീലിങ്സ്, എസ്തെറ്റിക് പിടിക്കണം. വന്നല്ലോ ഫീലിങ്സ്. എന്താടാ ഇവിടെ? നല്ല എസ്തെറ്റിക് വൈബുള്ള സ്ഥലമല്ലേ ഇതാ? ആ കിട്ടില്ല ഫ്രെയിമാ. സെറ്റ്. ദൈവമേ ഭ്രാന്താണ്. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ? എവിടാ? അല്ല എവിടെ? അവിടെ ഇവിടെ കേട്ടുണ്ട്. നിന്റെ വർക്ക് ലൈഫൊക്കെ നീ ഹാപ്പി അല്ലേ? സ്ട്രെസ് ഒന്നുമില്ലല്ലോ? എന്താടാ? അല്ല ഇല്ല ഒന്നുമില്ല. ജെയ്സ, എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ അരുണില്ലേ, അവൻ എന്നെ പ്രപ്പോസ് ചെയ്ത്. ഞാനെന്ത് പറയണം? എന്തേലും പറയടാ. അതിപ്പോ ഞാൻ എന്താ പറയാനാ? നിന്റെ മനസ്സിൽ തോന്നുന്നെന്താന്ന് വെച്ചാ പറ. ചന്ദ്രപ്പൻ വിളിച്ചായിരുന്നു, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടാ. ജെയ്സ എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാ. ജെയ്സ പറഞ്ഞിട്ട് പോടാ. ജെയ്സ ജെയ്സ. ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എടാ ജസ്റ്റ് ഒരു പ്രപ്പോസൽ അല്ലേ വന്നിട്ടുള്ളൂ. അവള് യെസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ല. എടാ അവള് പറയോ? ഏയ് അവള് നമ്മളറിയാവുന്ന വെച്ചല്ലേ, അങ്ങനെയൊന്നും പറയൂലായിരിക്കും. പക്ഷെ പെണ്ണുങ്ങളുടെ മനസ്സാണ്, പറയാൻ പറ്റൂല. ഇവിടെ ചന്ദ്രപ്പ എവിടെയെങ്കിലും ഉറച്ചിക്കടാ. അത് ശരി. ഇവിടെ പറഞ്ഞപ്പോ തന്നെ മൈൻഡ് മൊത്തം ബ്ലാക്ക് ഔട്ടായി പോയി. അപ്പോഴേ പ്രപ്പോസ് ചെയ്താൽ മതിയായിരുന്നു. എടാ അവളിപ്പോ അവനോട് യെസ് പറഞ്ഞാലും നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താടാ? എടാ ഈ ഊക്കൊന്നും നിനക്ക് അത്ര വലിയ പുതുമയുള്ള കാര്യമില്ലല്ലോ.
എല്ലായിടത്തുനിന്നും കിട്ടണല്ലേ മേടിക്ക്. എടാ ജെയ്സാ, ശരിക്കും പറഞ്ഞാൽ നീ ഊക്കിന്റെ കാര്യത്തിലുണ്ടല്ല ഒരു ഇൻസ്പിറേഷനാണ് എനിക്കൊക്കെ. സൊല്യൂഷൻ പറഞ്ഞേ. സൊല്യൂഷൻ നിനക്കിപ്പോ അവളെ വിളിക്കാൻ പറ്റുമോ? വിളിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറ. നീ പറയുമ്പോ തന്നെ ഞാൻ ഫോൺ എടുത്ത് വിളിക്കണം. എന്തിനാണ്? എന്റെ ഫോണല്ലേ, ഞാൻ വിളിച്ചോളാം. സാറാ എനിക്ക് ഇഷ്ടമാണ്. എടാ ഫോൺ മാത്രമേ ഉള്ളു നിന്റെ, അവള് നിന്റെ അല്ല. അതാദ്യം മനസ്സിലാക്കി നീ. ദാറ്റ്സ് വൈ യു ആർ എൻ ഇൻട്രോവേർട്ട് ഫുണ്ട. ഒറ്റവലി ഒറ്റക്കോള്. അതെ, നിന്നെ പോലെ വാവാച്ചിനെ വിളിച്ച് പാട്ട് പാടി കൊടുക്കേണ്ട ആവശ്യം ചെയ്സിനില്ല. ഞാൻ വിളിക്കും, അവള് വരും, നീ കാണും. കേട്ടറാ? അയ്യോ ചന്ദ്ര, എന്താടാ അവള് വിളിക്കണ്ട. ഫോൺ എടുക്കടാ. എടാ ഞാൻ എടുത്തിട്ട് ഞാൻ എന്ത് പറയാനാണ്? ഈ എടുത്തിട്ട് ഒക്കത്ത് വെച്ച് പാട്ട് പാടി ഉറക്കണം. ഓക്കെ. എടാ ഒന്നെടുത്ത് സംസാരിക്കടാ വധൂരി. മഞ്ചാടി മലരനെ കൊണ്ട്. ഹലോ. എടാ നീ ഉറങ്ങിയാർന്നോ? ഇല്ല, കിടന്നിട്ടില്ല, കിടക്കാൻ പോണുള്ളൂ. എടാ ഞാനത് പ്രൊസീഡ് ചെയ്താലാന്ന് ആലോചിക്കണേ. എന്ത്? അരുണിന്റെ കാര്യമില്ലേ, എന്താ നിന്റെ ഒപ്പീനിയൻ? ചന്ദ്ര എന്താ മനെ പോയടാ. സർമനെ മൈ മിസ്റ്റേക്ക്. കണ്ണാരേ കണ്ണാരേ കരിമ്പ് മരം പുത്തില്ലേ. എടാ നീ കേക്കണണ്ട, എന്തേലും പറ. ഹലോ ഹലോ. മൂഞ്ചിയടാ, എനിക്കൊരു വിഷമൊന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ഇല്ലടാ ഞാൻ ഓക്കെയാടാ. ആഗ്രഹിച്ചത് കിട്ടില്ല, അത്രേ ഉള്ളൂ. ചെന്ന് നമുക്ക് നടന്നാലാ? കളിക്ക് വേണ്ട, നമുക്ക് രണ്ടാ അടിക്കാം. ചന്ദ്ര, എൻ്റെ ലൈഫ് എന്താണ് ഇങ്ങനെ? നിനക്കറിയോ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. എനിക്കവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കറക്റ്റ് സമയത്ത് ഒരുത്തമ്പന്നാണ് വളച്ചിട്ട് വീടാ. പിന്നെ +2 കോളേജ്. എടാ നമുക്ക് മനസ്സുകൊണ്ട് ഒരാളുടെ ഇഷ്ടം തോന്നും. അത് പറയാൻ വേണ്ടി പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് വളച്ചുണ്ട്. അപ്പം ആരുമില്ല, എല്ലാവർക്കും അവരവരുടെ ജീവിതത്തോടെ വലുത്. സമയമാകുമ്പോൾ അവരും നിന്റെ സമയമാകുമ്പോൾ നീയും പോവും. ഈ ശൈലേശ്ചന്ദ്രന്റെ അച്ഛന്റെ പേര് ചന്ദ്രൻ എന്നാണ്. അതിന് ബാക്കിയുള്ള അമ്മരെ പോലെയല്ല. ഈ ശൈലേശ്ചന്ദ്രൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാവും. നീ ചവിട്ടി പുറത്താക്കണവരും കൂടെ ഉണ്ടാവും. അവളല്ല, അവക്കടെ അനിയത്തിനെ വരെ നമ്മ വളക്കും. അവൾക്ക് അനിയനാടാ. പോട്ടെ എന്താ, ഞാൻ ഹാപ്പിയാണ്. ഞാനേ നേരത്തെ ഒന്ന് വിളിക്കണം. ജിമ്മിൽ പോയിട്ട് 6 പാക്ക് ഉണ്ടാക്കണം. സുന്ദര 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 സുന്ദര. അഴക് തന്നെ.
എന്താടാ പോണില്ലേ? ഇല്ലടാ, ഞാൻ ഇന്ന് പോണില്ല. ഒരു ഹാർട്ട് ബ്രേക്കിന്റെ സ്മെല്ലൊക്കെ അടിക്കാണ്ടെല്ലാം വെച്ചു. എടാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളോ അവനും കൂടി ഹൃദയം കൈമാറണ കാണാനുള്ള ഹൃദയം എനിക്കില്ലടാ. ഞാൻ പോണില്ല, എനിക്ക് മടുത്ത്. നന്നായി. എടാ, ഞാനേ റിസൈൻ ഇട്ടാല. നല്ല തീരുമാനം. പിന്നെ നമുക്ക് ഒന്നിച്ച് മാനം നോക്കി നിൽക്കാല്ലേ. ചന്ദ്ര, എന്താ മനെ? എടാ, നമുക്ക് അടിച്ചാലാ? രാവിലെയോ? ഇനിയിപ്പോൾ എന്താണ്, ഫുൾ ചെലവൻ്റെ ആകാം. എടാ, എന്താ നിന്റെ പ്രശ്നം? ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ. ഒരു പെണ്ണ് പോയെന്നും പറഞ്ഞാൽ അതിന്റെ പേരിൽ അടിച്ചു മെഴുകാനാണ് നിന്റെ പ്ലാൻ. എടാ, ലോകത്തിലെ ആദ്യത്തെ കാമുകനൊന്നും അല്ലല്ലോ നീ. എടാ, ഒന്നുമില്ലെങ്കിൽ നിനക്ക് ഇത്രയും പ്രായമായില്ലേ? ഇങ്ങനെ ഇരുന്ന് മോങ്ങാനായിട്ട് നാണാവണില്ലേ? എടാ, 2K കിഡ്സിന് വരെ കിഡ്സ് ആയടാ, മനസ്സിലാക്ക നീ. എടാ, നാട്ടുകാരുടെ പ്രശ്നത്തിന് വേണ്ടി ചന്ദ്രപ്പനെ അടിക്കും, അത് ചന്ദ്രപ്പന്റെ രാഷ്ട്രീയം. പക്ഷെ ഒരു പെണ്ണിന് വേണ്ടി അടിച്ച് വാള വെക്കാനായിട്ട് ചന്ദ്രപ്പനെ കിട്ടൂല, അത് ചന്ദ്രപ്പന്റെ ആറ്റിറ്റ്യൂഡ്. ഏതാ ബ്രാൻഡ്? പറയടാ മനെ. എടാ, അത് തലക്കുടിക്കണ ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിച്ചോ. ടച്ചിങ്സിനും പെട്രോളിനുള്ള പൈസ ഗൂഗിൾ പേ ഇട്ടൊക്കെ. ഇതൊന്നും അത്ര ശരിയല്ല. സോറിടാ. ഓക്കെ. നമ്മുടെ ഓഫീസിൽ ആരുണ്ണില്ലേ, അവനെന്നെ പ്രപ്പോസ് ചെയ്തു. എന്തേലും പറയടാ. ആഹാ, സാറാ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? നീ എന്തിപ്പാ ഓഫീസിൽ വരാത്ത? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കണല്ലോ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, പനിയൊക്കെ ആയിട്ട്. എന്നൊന്ന് വിളിച്ചു പറയാൻ പാടില്ലേ? വിളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ് കൊണ്ടുപോകാൻ കാരണം ഫോൺ വിളിക്കണ്ടെന്ന്. പിന്നെ അല്ലെങ്കിൽ നമ്മളൊന്നിപ്പോൾ ആയിരിക്കും വേണ്ടല്ലോ. അല്ല, നിന്റെ അരുണേട്ടൻ എന്തി? ഏതാരും എടാ, അത് സെറ്റായില്ലടാ. സെറ്റായില്ല. എന്താടി അവനൊന്നും പറയണില്ലല്ല. എനിക്ക് തോന്നണില്ല അവൻ പറയുന്നു. എടീ, ഞാനവനോട് പോയി പറഞ്ഞാലാ? വേണ്ട വേണ്ട, നീ പോയി പറയണ്ട. നീ പറയുന്നത് എൻ്റെ വിലയാളല്ലേ. അവനായിട്ട് ഇങ്ങോട്ട് വന്ന് പറയട്ടെ, അതാണ് ഹീറോയിനിസം. പക്ഷെ അവൻ പറയണ്ടേ? എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. സംഭവം കുറച്ച് ക്രിഞ്ചാണ്, പക്ഷെ വർക്കായ അടിപൊളിയായിരിക്കും. എന്താണ്? എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഞാനെന്ത് പറയണം? ഞാൻ എന്താ പറയാനാ? പറഞ്ഞിട്ട് പോടാ ജെയ്സാ. ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എടാ, എടി, എന്താ സംഭവിച്ചേ? അവൻ ഓൾ ദ ബെസ്റ്റും പറഞ്ഞ് ഷേക്കാനും തന്നു പോയി. ഓ, അവൻ ആത്മാർത്ഥമുള്ള ഒരു മണ്ടനായിരുന്നല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ വേറെ ഐഡിയയും കൂടി ഉണ്ട്. അത് വേണോ? നമുക്ക് നോക്കാം, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. ഹലോ. എടാ, നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല, കിടന്നിട്ടില്ല, കിടക്കാൻ പോണുള്ളൂ. ഞാനത് പ്രൊസീഡ് ചെയ്താലാന്ന് ആലോചിക്കണേ. എന്താ നിന്റെ ഒപ്പീനിയൻ? ഹലോ ഹലോ. എടി, അവൻ ഇന്ന് ഓഫീസിൽ വന്നില്ലടി. എടി, എന്താണ്? അവൻ എത്ര ദിവസം എന്നറിയോ ഓഫീസിൽ വന്നിട്ട്? വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കണില്ല. എടി, നീ അവൻ ഇത്തിരി കൂടി സമയം കൊടുക്ക്. ഇനി എന്ത് സമയം കൊടുക്കാനാ? നിന്റെ ഓരോ പൊട്ട ഐഡിയ കാരണം. ഇനി എൻ്റെ ഐഡിയനെ പറ. അല്ലേ ഡി,
അങ്ങനെയല്ലടി. എടി, എനിക്ക് അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണുണ്ട്. എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ടടി. അവൻ്റെ ആ പഴയ ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു കിട്ടിയാൽ മതി. ഞാൻ എന്താണെങ്കിലും അവനോട് പോയി സംസാരിക്കാൻ പോണേ. അത് വേണോ? ആ, എൻ്റെ അടുത്ത് വെച്ച് കാണാം. എന്നാ പിന്നെ നീ എന്താ വെച്ചാ ചെയ്, ഞാൻ പ്രാർത്ഥിക്കാം. അത് നമ്മുടെ വൈബിന് സെറ്റാവുകയൊന്നുമില്ല. അയ്യോ, എന്നെ വിഷമിക്കണ എന്തിനാ? നിനക്ക് എന്തായാലും നല്ലൊരു പയ്യനെ കിട്ടുമല്ലോ. കിട്ടിയ തന്നെ. അതെ, നിനക്ക് ഈ കാമുക സങ്കല്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല, കാമുക സങ്കല്പേ അങ്ങനെ ചോദിച്ചാ അങ്ങനെയൊന്നുമില്ലടാ. നല്ലൊരു ചെക്കനായിരിക്കണം, പിന്നെ നമ്മുടെ ഫാമിലിനായിട്ടൊക്കെ ഒത്തുപോകണം, പിന്നെ നമ്മുടെ വൈബിനൊക്കെ സെറ്റായ ഒരാളായിരിക്കണം. അത്രേ ഉള്ളു. അത്രേ ഉള്ളല്ലേ? എനിക്കാ വൈബണ്ട? അല്ല, എനിക്കാ വൈബണ്ടാന്ന്.